നിയമസഭയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരനൊപ്പം കരുത്തനായ അല്ലെങ്കിൽ സംഘടനാ രീതിയിൽ കരുത്തുറ്റ ഒരു MLA ആണ് വി മുരളീധരൻ. അദ്ദേഹം ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ച, പ്രത്യേകിച്ചും കണ്ണൂർക്കാരനും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കരുത്തുറ്റ ഒരാൾ, അദ്ദേഹത്തിനൊരു ഒരു ഒരു ഇമേജ് ഉണ്ട് പൊതുവെ, എവിടെയും സംസാരിക്കാൻ കഴിയും എന്നുള്ള കൃത്യമായ വീക്ഷണമുള്ള, അതെ, അളന്നു മുറിച്ച് സംസാരിക്കുന്ന. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ദേശീയ തലത്തിൽ AVP-യുടെ ചുമതല ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന പലരും ഇന്ന് പലയിടത്തും മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം, സംഘടനാ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം അവിടെ നടത്തി എന്നുള്ളതാണ്. വെറുതെ വലിയ പ്രചാരണങ്ങളോ ആൾ കാണിക്കലോ ഒന്നുമല്ല, താഴെ തട്ടിലുള്ള സംഘടനാ രീതിയിലുള്ള പ്രവർത്തനം അവിടെ വി മുരളീധരൻ്റെ. ഞാൻ MLA ആയാലും എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് കഴക്കൂട്ടമാറിയ നമുക്ക് ഈ IT മേഖലയൊക്കെയാണ്, ഒരുപാട് IT സ്ഥാപനങ്ങളൊക്കെ ഉള്ള, ടെക്നോ പാർക്കൊക്കെ ഉള്ള പ്രദേശങ്ങൾ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ വളരെ ഗ്രാമീണ സ്വഭാവമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമ്പയിനിങ്ങിൽ ഒരു ഷിഫ്റ്റൊക്കെ വരുത്തി ആ രീതിയിൽ പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് തന്നെ. നമ്മൾ ഈ ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ഹാർഡ് വർക്ക് എന്നൊക്കെ തീർച്ചയായിട്ടും ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും, ഒരു എക്സ്ട്രാ ഒന്നും അദ്ദേഹം പറയാറില്ല. അതായത് പറയുന്നത് അളന്ന് മുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ഒരു 2 വരി, ഒരു എക്സ്ട്രാ അങ്ങനെയില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിൽ അനാവശ്യമായ ഒരു ചിരി പോലും അപൂർവമാണ്. അങ്ങനെ ഒരു പലപ്പോഴും അടുത്ത ആളുകളൊക്കെ പറയാറുണ്ട്. അതെ, ചിരിക്കുക എന്നൊക്കെ. അതെ. പക്ഷേ സംഘടനാ തലത്തിൽ ആ സംഘടനാ വർക്ക് എങ്ങനെ നടത്തണമെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു നേതാവാണ്. സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണല്ലോ BJP സംഘടനാ തലത്തിൽ ഏറ്റവും ശക്തി വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. അത് മാത്രമല്ല, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗംഭീരമാക്കി ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഒരിടത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയുന്ന ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും നിയമസഭയിൽ വരുമ്പോൾ പല കാര്യങ്ങൾക്കും വളരെ ഒരു പ്രതീക്ഷയായിട്ട് വി മുരളീധരൻ മാറും എന്നതിൽ സംശയമില്ല.